ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൂജയ്ക്ക് വല്ല തടസ്സം ഉണ്ടായിരുന്നു ശാരദാമ്മേ? ഇല്ല, ഒരു തടസ്സവും ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ചില തടസ്സങ്ങളൊക്കെ കാണിച്ചു. വിഷ്ണുവിന്റെ റൂമിലിരുന്ന ഫോട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല, നിലത്ത് വീണ് ഉടഞ്ഞു. നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് എന്റെ മൊബൈലിലും ഞാനത് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടും സമ്മതിച്ചു തരില്ല എന്ന് വെച്ചാ? അല്ല, എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? എന്താന്നല്ലേ ചോദിച്ചേ? അത് മുന്നിലേക്ക് എടുത്തേ, എടുക്കാൻ. ഇനിയോ തുറക്ക്, തുറക്കാൻ. എന്താ ഇത്? സാരമില്ല, ബാക്കി താൻ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാ മതി. അപ്പൊ എങ്ങനാ, നമ്മൾ പോവല്ലേ? ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. പറയണം. പൂജയ്ക്ക് പോയവരെ കാണുന്നില്ലല്ലോ, ഇതെന്താ ഇത്രയും വൈകുന്നത്? ഭാമേ, വിഷ്ണു ഉണ്ടല്ലോ കൂടെ. ആണൊരുത്തും കൂടെ ഉള്ളപ്പം എത്ര രാത്രിയായതെന്താ? അവൻ അവരെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചോളും. ഞാനേ എന്റെ മോനെ വളർത്തിയേക്കുന്നതേ നല്ല തന്റെയോടുള്ള ആണായിട്ടാ, അല്ലാതെ പൂച്ചയായിട്ടല്ല. അതെ, അവരെല്ലാരും കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനാണോ? സാറിന് ഗുളിക കഴിക്കാനുള്ളതാ. എടോ പിള്ളേ, എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിക്കുമ്പോ കിട്ടുന്ന സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അത് ഒറ്റയ്ക്ക് കഴിച്ചാൽ കിട്ടുമോ? പിന്നെ ഇനി എത്ര കാലം എനിക്കിങ്ങനെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ? പ്രത്യേകിച്ച് എന്റെ മകന്റെ അടുത്തിരുന്നേ അവ ഒരു പോക്കുപോയി അങ്ങ് പോവില്ലയോ. അതുകൊണ്ടാ ഞാൻ അവനെ ഇങ്ങനെ ചേർത്തുകൊണ്ട് നടക്കുന്നതേ. അവനുമായിട്ട് കിട്ടുന്ന സന്ദർഭങ്ങളൊന്നും ഞാൻ ഇനി കളയത്തില്ല. എന്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്ന തന്നെ എന്റെ മോൻ വിഷ്ണുവാടോ. എങ്ങനെ ഈശ്വര ഇതിൽ നിന്ന് രാഘവേട്ടനെ ഒന്ന് മാറ്റിയെടുക്കുക? നമ്മുടെ മകൻ വിഷ്ണു അല്ലാതെ ശിവനാണെന്ന് എങ്ങനെയാ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തുക? ഇത് ദിവസം ചെല്ലുന്തോറും കൂടുന്ന അല്ലാതെ കുറയുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. അവരെത്തിയല്ലേ വിഷ്ണുവേ, അവരെ കൊണ്ട് വന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ പാമേ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ അവരെ കൊണ്ട് വരുമെന്ന്. വാ വാ, കേറി വാ. സത്യാമ്മേ, മക്കളെ എന്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറി വരാൻ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു സത്യാമ്മേ. പൂജയ്ക്ക് വല്ല തടസ്സം ഉണ്ടായിരുന്നു ശാരദാമ്മേ? ഇല്ല, ഒരു തടസ്സവും ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ചില തടസ്സങ്ങളൊക്കെ കാണിച്ചു. വിഷ്ണുവിന്റെ റൂമിലിരുന്ന ഫോട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല, നിലത്ത് വീണ് ഉടഞ്ഞു. അതുപോലെ കാറ്റ് വന്ന് താഴെ വീണായിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ ഫോട്ടോ പോന്നേ അങ്ങോട്ട് പോട്ടെ. ദേ എന്റെ മോനെ ഇങ്ങനെ വടി പോലെ നിൽക്കുമ്പോഴേ എന്തിനാ ഇനി ഫോട്ടോ? അല്ലടാ മോനെ, അച്ഛൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതെ, ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഫോട്ടോ?
നിങ്ങൾ ഇത് എന്ത് കാണാൻ വേണ്ടി എവിടെ നിൽക്കുന്നേ? അകത്ത് പോയി ഫ്രഷായി വല്ലതും കഴിക്കാൻ നോക്കിയേ. ചെല്ല്. പൊന്നിയന്റി കഴിക്കാൻ എന്താ ഉള്ളത്? മക്കള് വാ, ആന്റി തരാം. ആ എന്നാ പിന്നെ പിള്ളവേണമെങ്കിൽ ഇനി പൊക്കോ. ഇനി തന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, എന്നെ ഒന്ന് നോക്കിക്കോളും. ആ അത് ശരി, പാലം കടന്നപ്പോ കൂരായണ. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. എടാ മക്കളെ, നീ ഇങ്ങോട്ടേ പോയവരുകളൊക്കെ പറ, അച്ഛന്ന് കേക്കട്ടെ. ആമേ, എല്ലാവർക്കും പോയി ഭക്ഷണം എടുത്ത് നോക്ക്. ഇന്ന് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് എന്താ കഴിക്കുന്നേ? രാഘവേട്ട, ഇവരിപ്പോ വന്നതല്ലേ ഉള്ളൂ. യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഇവരിപ്പോ വന്നെന്ന് വെച്ച് എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ആ പറയടാ മോനെ, എന്തൊക്കെയാ വിശേഷങ്ങള് പറ. അല്ല യാത്രയൊക്കെ സുഖമായിരുന്നോ? നിങ്ങൾ പോയപ്പോഴേ അച്ഛനും തോന്നി നിങ്ങളോടൊപ്പം വരാറുന്നെന്ന്. എന്താ അമ്മ അച്ഛൻ ഇങ്ങനെ? ശിവൻ ഇവിടെ ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അച്ഛനാ. അച്ഛനെ പറഞ്ഞ ആരും എന്താ തിരുത്താൻ ശ്രമിക്കാത്ത? ആര് തിരുത്താനടി? തിരുത്താൻ ചെന്ന രാഘവേട്ടൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയാൻ പാടില്ലല്ലോ. എങ്കിലും എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പറയുന്നത് പോലും എനിക്ക് സഹിക്കുന്നില്ല. എന്താ എന്താ നിങ്ങൾ തമ്മിലൊരു സ്വകാര്യം? അല്ല സത്യമേ, രാഘവേട്ടൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മരുന്നിൽ നിൽക്കണ്ടേ? ഡോക്ടറെ ഒന്ന് മാറ്റി കാണിച്ചാലോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നേ. അല്ല, വന്നപ്പോ മുതലേ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുക. രണ്ടുപേരുടെ മുഖത്ത് ഒരു തെളിച്ചുമില്ലായ്മയുണ്ട്. ഏതോ ഒരു മരണ വീട്ടിൽ പോയിട്ട് വന്നതുപോലെ എനിക്ക് തോന്നുന്നു. സത്യമയ്ക്ക് വെറുതെ തോന്നുന്നത്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ശാരദാമ്മേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, എന്ത് പ്രശ്നം? ഇത്രയും ദൂരം ഓടി വന്നതല്ലേ, അതിന്റെ ഒരു ക്ഷീണം, അല്ലാതെ ഒന്നുമില്ല. ഞാനൊന്ന് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ.